BJPയുടെയും NDAയുടെയും കാര്യകർത്താക്കൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഇത് തീർത്തും ശ്രീ കൃഷ്ണദാസിൻ്റെ 2026 നടക്കുന്ന കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കാട്ടാക്കട മണ്ഡലത്തിലെ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി തുറന്നു വയ്ക്കുന്ന ഓഫീസിൻ്റെ ഉദ്ഘാടനം മാത്രമാണ് ഇന്നിവിടെ നടക്കുന്ന പരിപാടി. പ്രചരണം നമ്മുടെ ഇടയിലല്ല വേണ്ടത്. പ്രചരണം ശക്തമാക്കുന്നതിന് വേണ്ടി എല്ലാ അർത്ഥത്തിലും സജ്ജമായ ഒരു സദസ്സിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് ബോധ്യം എനിക്കുണ്ട്. വളരെ സാധാരണയല്ലാത്ത ഒരു വലിയ അന്തരീക്ഷം കേരളത്തിൽ രാഷ്ട്രീയപരമായി ഉയർന്നു വന്നിരിക്കുന്നു, ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ എല്ലാ തെരഞ്ഞെടുപ്പിനും അതിനുള്ള കളം ഒരുക്കുന്നത് രാഷ്ട്രീയ കക്ഷികളാണ്. ഇത്തവണ പ്രത്യേകതയുള്ളത് ഒരു വലിയ മാറ്റത്തിന് വേണ്ടി രാഷ്ട്രീയത്തിന് അതീതമായി വോട്ട് ചെയ്യുന്ന ജനത, അത് രാഷ്ട്രീയ ബന്ധമുള്ളതും കുലബന്ധം പോലും ഇല്ലാത്തതുമായ പൗരന്മാരുടെ സമൂഹം, വോട്ട് ചെയ്യുന്ന സമൂഹം പുതിയ മനംമാറ്റത്തിൻ്റെ ദിശയിലാണ്. അതുവഴി അവരുടെ മനസ്സിൽ രൂപം കൊണ്ടിട്ടുള്ള ഒരു തീരുമാനങ്ങളിലുമാണ് ഉറച്ച് തയ്യാറായി നിൽക്കുന്നത്. ഇതിൽ കഴിഞ്ഞ ഒരു 5 തെരഞ്ഞെടുപ്പ് കാലങ്ങളിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിലും ശക്തമായ സാന്നിധ്യം അറിയിക്കുവാൻ ഭാരതീയ ജനതാ പാർട്ടിക്കും NDAയ്ക്കും സാധിച്ചിട്ടുണ്ടെങ്കിലും ഇത്തവണ എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് അവരുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്ന് ഇറങ്ങിച്ചെല്ലേണ്ട കടമ മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ. ആഞ്ഞടിച്ചൊരു പ്രചരണത്തിന് പോലും നമുക്ക് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് സജ്ജമാണ്. അവരുടെ അത്യാവശ്യകത എന്താണ്, മാറ്റം ആഗ്രഹിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അവരുടെ അത്യാവശ്യം എന്താണെന്നുള്ളത് അവർ നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവരൊരുക്കുന്ന പുതിയ കളങ്ങളിലെ രാജാക്കന്മാരാകാൻ നമ്മൾ എല്ലാവരും സജ്ജമായി തയ്യാറെടുക്കുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത. അതിന് എല്ലാവരും അകമഴിഞ്ഞ് എല്ലാവരും ആത്മാർത്ഥമായി NDAയുടെ ഓരോ സ്ഥാനാർത്ഥിക്കും വേണ്ടി പ്രവർത്തന രംഗത്ത് സജ്ജമായി ഇറങ്ങണം. ജനങ്ങളുടെ ഹൃദയം കീഴടക്കാൻ സാധിക്കണം. അതുവഴി നമ്മൾ ഏത് സ്ഥാനത്തെത്തിയാലും നമുക്ക് നിർവഹിക്കുവാൻ ഉത്തരവാദിത്വമുള്ള ചുമതലയുള്ള ഒരു സ്ഥാനത്തേക്ക് നമ്മൾ എത്താൻ പോവുകയാണെന്ന് പറയുന്ന നിശ്ചയം നമ്മുടെ മനസ്സിലുണ്ടാവണം, നമ്മളുടെ പ്രവർത്തനങ്ങളിലും ഉണ്ടാവണം. അതിനുവേണ്ടി എല്ലാവരും ഓരോ ദിവസവും നിങ്ങളുടെ സ്ട്രാറ്റജി എന്താണെന്നുള്ളത് പുനഃക്രമീകരിച്ച് മുന്നോട്ട് നീങ്ങിയാൽ നമുക്ക് കേരളത്തിൻ്റെ ഒരുപക്ഷെ ജനങ്ങളുടെ കഴിഞ്ഞ 10 വർഷക്കാലം എന്നൊന്നും പറഞ്ഞു ഒതുക്കി നിർത്തണ്ട, കഴിഞ്ഞ ഒരു 40 വർഷക്കാലത്തെയെങ്കിലും ജനങ്ങളുടെ അതൃപ്തിക്ക് അവർക്ക് മറുകര എത്താൻ എന്താണ് ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന NDA സഖ്യം വഴി അവർക്ക് ഭരണതലത്തിൽ, അല്ലെങ്കിൽ ഏത് ഭരണം വന്നാലും ആ ഭരണത്തെ ജനപക്ഷ ഭരണമാക്കി മാറ്റി നിലയ്ക്ക് നിർത്തുന്നതിനുള്ള ശക്തി നമുക്ക് നേടുവാൻ സാധിക്കണം. അതിലേക്കാവണം നമ്മളുടെ പ്രവർത്തനമെന്ന് മാത്രം. ഈ പരിപാടിക്ക് സത്യത്തിൽ ഞാൻ പങ്കെടുക്കേണ്ടതല്ല. ഞാനിത് കേരളത്തിൻ്റെ തലപ്പാവെന്ന് ഞാൻ എപ്പോഴും വിശേഷിപ്പിക്കാറുള്ള കാസർഗോഡ് മഞ്ചേശ്വരത്ത് നിന്ന് കേരളത്തിലെ എൻ്റെ രാഷ്ട്രീയ പ്രചരണ പരിപാടി ഇത്തവണ തുടങ്ങണമെന്ന് ആഗ്രഹിച്ച് നാളെ കാലത്ത് ശ്രീ K. സുരേന്ദ്രന് വേണ്ടി കാസർഗോഡ് എത്തേണ്ട ആളാണ് ഞാൻ. അപ്പോൾ ഞാൻ രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ അനുഭാവി എന്ന് മനസ്സിലാക്കിയത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ലാഞ്ചനയുള്ള ആള് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടോ എന്നോട് ആദ്യം തന്നെ ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്ന് അടുപ്പം വെച്ചിട്ടുള്ള മുന്തിയ വ്യക്തികളിൽ ഏറ്റവും മുന്തിയ സ്ഥാനമുള്ള ആളാണ് ശ്രീ കൃഷ്ണദാസ്. കൃഷ്ണദാസിന്റെ വ്യക്തിത്വം എന്ന് പറയുന്നതിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ടുള്ള അദ്ദേഹത്തെക്കാളൊക്കെ എത്രയോ ജൂനിയറാണ് ഞാൻ പാർട്ടിയിൽ, അല്ലേ? പിന്നെ ഇതൊക്കെ ദൈവനിശ്ചയമാണ്.
എവിടെയൊക്കെ ആരൊക്കെ എത്തും എന്നുള്ളത് ദൈവനിശ്ചയം തന്നെയാണ്. ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് എനിക്ക് അതിൽ ഉറച്ച വിശ്വാസമുണ്ട്. അപ്പൊ അങ്ങനെ ഓരോരുത്തരായി ആ സ്ഥാനങ്ങളിലേക്കൊക്കെ ഈശ്വരൻ അനുഗ്രഹിച്ചെത്തുന്ന കാലാവസ്ഥ ഒരുങ്ങിയിട്ടുണ്ട്. അതിൽ നമുക്ക് പ്രതിഷ്ഠിക്കാൻ കഴിയുന്ന നമ്മുടെ കൂട്ടത്തിലെ മഹത്വം പേറുന്ന വ്യക്തിത്വങ്ങളെ എല്ലാം ജനസമക്ഷം സേവനത്തിനായി സമർപ്പിക്കാനുള്ള ബഹുമാനപ്പെട്ട ജനതയുടെ അവസരമാണിത്. അവരെ ഉത്തേജിപ്പിച്ചു കൊണ്ടുവന്ന് ഇവരെ എല്ലാം തെരഞ്ഞെടുത്ത് വിടണം. സുരേന്ദ്രനും, ശോഭാ സുരേന്ദ്രനും, കൃഷ്ണദാസും, രാജീവ് ചന്ദ്രശേഖറും, ശ്രീ വി മുരളീധരനും, അതുപോലെ തന്നെ യുവരാജ് ഗോകുൽ, സന്ദീപ് വാചസ്പതി, ശംഖു ടി ദാസ്, ഇവരുടെ എല്ലാം വിഷയങ്ങളില് അപഗ്രഥനവും പഠനവും അത് മനസ്സിലാക്കി ജനങ്ങളിൽ സത്യസന്ധമായി എത്തിക്കുന്ന, ഒരുപക്ഷെ ഒരു ഭരണ നേതൃത്വത്തിലേക്ക് എത്താൻ പറ്റാത്തത് കൊണ്ട് മാത്രം അങ്ങനെ അവരുടെ പല മനസ്സിലാക്കലുകളും ജനങ്ങളെ അറിയിച്ചതിന് പ്രതിവിധി പോലും കണ്ടെത്താൻ പറ്റാത്ത തരത്തിൽ ഒരുപക്ഷെ ഒന്ന് കീഴ്പ്പെട്ടോ അല്ലെങ്കിൽ ഒന്ന് തഴയപ്പെട്ടോ കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു വലിയ സ്ഥാനത്തേക്ക് അവരെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച് ഭാരതീയ ജനതാ പാർട്ടിയും NDAയും വഴി ആ ജനങ്ങൾക്ക് ഒരു സേവനം കൃത്യമായി ആത്മാർത്ഥമായി എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥാനങ്ങളിലേക്ക് അവരെയൊക്കെ എത്തിക്കുക എന്ന് പറയുന്നതിന്റെ പശ്ചാത്തലത്തിൽ സ്റ്റാർ ക്യാമ്പയിനറായിട്ട് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം നടന്ന് ക്യാമ്പയിൻ തുടങ്ങുന്നതിന്റെ പശ്ചാത്തലത്തിൽ നാളെ കാസർഗോഡ് നിന്ന് തുടങ്ങുന്നതിന് മുമ്പ് അത് എനിക്ക് തോന്നുന്നത് ഇതൊരു നിമിത്തമായിരിക്കും. ശ്രീ കൃഷ്ണദാസ് സമയം പോലും പുനഃക്രമീകരിച്ച് എനിക്ക് പിടിക്കാനുള്ള ട്രെയിനിന്റെ സമയത്തിലേക്ക് സൗകര്യപ്പെടുത്തി ഇത് 2:30 വെച്ചത് ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചെങ്കിൽ അദ്ദേഹത്തിന്റെ ഈശ്വരാനുഗ്രഹത്തിലേക്ക് എല്ലാ ദൈവങ്ങളെയും സാക്ഷി നിർത്തി നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന തുളുമ്പി നിൽക്കുന്ന ഈ മുഹൂർത്തത്തിൽ ശ്രീ PK കൃഷ്ണദാസിന്റെ കാട്ടാക്കട മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളുടെ തുടക്കം കുറിക്കുന്ന അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം ഇവിടെ നിർവഹിച്ചതായി അറിയിക്കുന്നു. നമുക്ക് ഇനിയും ഈ മണ്ഡലത്തിൽ നമുക്ക് ഒരുമിച്ച് 1-2 ദിവസം നമുക്ക് കാണാം. തിരുവനന്തപുരം എത്തുന്ന സമയത്ത് ഉറപ്പായിട്ടും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും. നമുക്ക് ഇത്തവണ മാറ്റം വരും എന്നല്ല, മാറ്റം വരുത്തും എന്ന് പറയുന്ന ശക്തമായ മുന്നേറ്റം പ്രചരണത്തിന്റെ കാര്യത്തിൽ നടത്തണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് കൃഷ്ണദാസിന് ഈ കാട്ടാക്കട ഇങ്ങെടുക്കുവാൻ സാധിക്കട്ടെ. നന്ദി, നമസ്കാരം. നന്ദി സർ.